അയ്യോ അയ്യോ, അങ്ങനെ പവനായി ശവമായി ഇല്ലേടി. ചേച്ചി ഇനിയിപ്പൊ നോക്കിയിരിക്കുമെന്ന് വേണ്ട, മണിക്കുട്ടണ്ണ വരുത്തൊന്നുമില്ല. ചുമ്മാ ആരെങ്കിലും പറഞ്ഞു പറ്റിക്കരുത്. നീ സാധനം കൊണ്ടുവരും വലിയ സാധനം കണ്ട് കൊണ്ടുവരുമെന്നും പറഞ്ഞു. നീ എന്തോടി ഇങ്ങനെ കുത്തി സംസാരിക്കണേ? അണ്ണാ ഇത് ഇവളുടെ ഒന്നും വിചാരിക്കില്ലേ, സ്ഥിരമുള്ള സ്വഭാവമാണ്. എന്റെ കാര്യം അറിയാല്ല അണ്ണാ, ഞാൻ ഗൾഫിലാണ്. 10-12 വർഷമായിട്ട് ഗൾഫിൽ കിടക്കുന്നത്. അവിടെ നിന്ന് കാശുണ്ടാക്കി ഇവിടെ അയച്ചു കൊടുക്കും. ഇവിടെ പരിപാടി എന്തെന്നറിയാം, എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പാല് കാച്ചിന് പോവുക, അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ പോവുക, അടിയന്തരത്തിന് പോവുക, പൈസ കൊടുക്കുക, ധാരധാരയായി അങ്ങ് കൊടുക്കും. എന്നാ നമ്മൾ എവിടെയെങ്കിലും ഒരു സഹായം ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 1000 രൂപ നമ്മൾ കൊടുത്ത ഒരു 2000 രൂപ നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കില്ലേ? അങ്ങനെ ഒരു ചിന്തയെ വെക്കില്ല എന്റെ കാശ് മുടിപ്പിക്കാൻ വേണ്ടി. എന്റെ ഫ്രിഡ്ജ്. അയ്യോ എന്റെ മണിക്കുട്ടാണ്. അണ്ണാ നിങ്ങൾ എന്തോ നന്നാ പറഞ്ഞ അണ്ണനാ പറഞ്ഞ വരവ് കണ്ട ബാഹുബലി വരുന്ന പോലെയല്ലേ വരുന്ന. അണ്ണാ എന്തോ നന്നാ നോക്കി നിൽക്കുന്ന അങ്ങോട്ട് പിടിച്ച്. അയ്യോ ശരിയാണല്ലോ, ഞങ്ങളെ നിങ്ങളുടെ ഈ ആരോഗ്യം കണ്ടങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. നീ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്റെ വീടിന്റെ പാലച്ചന് ഞാൻ ഇല്ലാതെ. അല്ല നീ ഗൾഫിലും കണ്ടല്ലായിരുന്നു. ലീവിലൊന്ന് എന്തൊക്കെ ഉണ്ട്? അണ്ണന് സുഖാണോ? എനിക്ക് അല്ല ഇവനായിട്ടുള്ള പണ്ടത്തെ അടിയും വഴക്കൊക്കെ എല്ലാം ഇപ്പൊ ഭയങ്കര മര്യാദക്കാരനാണ്. ആണോ? മര്യാദക്കായിരുന്നു അവനും ഉള്ളു. ഇത് ലോകം മൊത്തം അറിയിച്ചോ? അതെന്റെ ആങ്ങളെ, എന്റെ അണ്ണൻ. ഞാൻ പറയും അളയാ എന്താ വൈകിയതേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലേ. അളിയൻ ഇടപാട് ചെയ്ത ആട്ടോക്കാരുണ്ടല്ലോ, പെട്ടി ആട്ടോക്കാരൻ രമേശൻ, അവനാള് ശരിയല്ലെന്ന്. അവൻ പാവാന്ന് നമ്മൾ എല്ലാ കാര്യത്തിനും അവനെ വിളിക്കുന്നു. പാവോ, വന്ന വഴിക്ക് റോഡിൽ കിടന്ന എല്ലാ ഗട്ടറിലെയും അവൻ ചാടിച്ചു. ഞാൻ പറഞ്ഞ ഗട്ടറിൽ ചാടിക്കാതെ വണ്ടി ഓടറ എന്ന് ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഇപ്പൊ പ്രശ്നമായോ? അല്ല ഒരു നേരിയ സംഘർഷം ഉണ്ടായി. എന്നിട്ടിപ്പോ വണ്ടി എവിടെ? വണ്ടി അവനും കൂടെ കുണ്ടമങ്കട പാലമില്ല എളിയ അതിന് അടിയിൽ കിടപ്പുണ്ട്. അണ്ണ അടിച്ചിട്ടതാ. ഈ ഗുണ്ടായുസ് നിങ്ങൾക്ക് നിർത്താറായില്ലേ? എന്റെ പൊന്നണ്ണ, ഇത് നിങ്ങൾ കേരളത്തിലായതുകൊണ്ട് നടക്കുന്നു. ഗൾഫിൽ വല്ലതും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഗുണ്ടായുസം കാണിച്ചതേ ഉണ്ടെങ്കിലല്ലോ. അവിടെ രാജാവിന്റെ മോനായാലും വെട്ട്, അതിനപ്പുറം ഇല്ല. ചേട്ടാ ഗൾഫിൽ നല്ല അടി കിട്ടത്തില്ലേ? ഇവിടുന്ന് തന്നെ വേണമെന്നുണ്ടോ? മണിക്കുട്ടാണോ നിങ്ങൾ എന്തോന്ന് പണിയെന്നാ കാണിച്ചത്? എന്താ കാര്യം? മനുഷ്യ ഇവിടെ നാണം കിട്ടി ചത്തില്ലെന്നേ ഉള്ളൂ. കാര്യം പറ. അവളെ നോക്ക്, അവളെ മൊത്തം സങ്കടം കണ്ട. തെറി പറഞ്ഞില്ലെന്നേ ഉള്ളണ്ണാ. അണ്ണൻ ഫ്രിഡ്ജ് കൊണ്ട് വരൂലെന്ന് വിചാരിച്ചു. നല്ലൊരു ദിവസമായിട്ട് എന്താടി പെങ്ങളെ എന്റെ മുഖത്തൊരു വല്ലായ്മ? അത് എന്തെന്നറിയണോ, 3 ഗ്ലാസ് പായസം കുടിച്ചതിന്റെ. അങ്ങനെയൊന്നും അല്ലണ്ണാ, എല്ലാവരും പറഞ്ഞതേ അണ്ണൻ ഉൾപ്പെടെ പറഞ്ഞു. അണ്ണനെ തെറി പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ഫ്രിഡ്ജ് കിട്ടാത്തതിന്റെ കാലി മൊത്തം തീർത്ത് ചേച്ചിയുടെ അടുത്ത്. ഇപ്പൊ ആരും അങ്ങനൊക്കെ ചെയ്തെന്നാ പറയുന്നത്. ചേച്ചി ചിരിക്കേ, ചേച്ചി മക്കളെ ചിരിക്കും മക്കളെ, ചിരിക്കുന്നില്ല. അതിപ്പോ ഫ്രിഡ്ജ് വന്നല്ലോ. ഫ്രിഡ്ജ് വന്നു കഴിഞ്ഞ പിന്നെ ആർക്കാ പരാതി? ഞാൻ എന്തേലും പറഞ്ഞു ചേച്ചി? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, എന്തെങ്കിലും ഒന്ന് പറയാനാ. അതിപ്പോ എന്നാ ഞാൻ എന്താ പറഞ്ഞു വന്നേന്നറിയോ? ഫ്രിഡ്ജ് എടുത്ത് നമുക്ക് അകത്തോട് വെക്കാം. വെയിൽ കൊള്ളുന്ന ഫ്രിഡ്ജിന് ഒന്ന് സഹായിച്ചു കൊടുക്കാം. ഇനി അതിന്റെ ആവശ്യമില്ല. അണ്ണ ഒറ്റയ്ക്ക് എടുത്ത് വയ്ക്കാൻ നിങ്ങളുടെ ഭാര്യ അല്ലടാ. ഇനി ഈ ഫ്രിഡ്ജ് ഈ വീട്ടിലേക്ക് തരുന്നില്ല. എന്റെ പെങ്ങളെ വേദനിപ്പിച്ചിട്ട് ഇനി ഈ ഫ്രിഡ്ജ് ഈ വീട്ടിൽ ഇരിക്കണ്ട. അല്ലയാ എല്ലാരെയും വിളിച്ച് പോവാൻ നോക്ക്. വരുന്നില്ലേ നിന്ന് നിപ്പിന് പോവാ. നിങ്ങൾ ഒരാഴ്ച സാമിയ പായസവും ബോളിൽ നിന്നോണ്ട് വേണ്ട 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 ചേട്ടാ. അളിയാ ഒന്നും വേണ്ട. മണിക്കൂട്ടോ പറയണ്ട പെങ്ങളെ. പോണ വാട്സപ്പ് നമ്പർ എന്നിട്ട് പോ. അണ്ണാ ഈ വാങ്ങോഴിക്കേണ്ട വാട്സപ്പ് നമ്പർ വേണോന്ന്? വാട്സപ്പ് നമ്പർ നല്ല ബന്ധങ്ങളായല്ല. രാത്രിയില് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഗൾഫൊക്കെ രാവും പകലും ഒരു മൊബൈൽ എടുത്തില്ല. അത് തരാം, അത് എഴുതി തരാം. എന്തോന്നടി ചിന്നു? ചിന്നു എങ്ങനെ 2 10 കിട്ടണമായിരുന്നു. നടക്ക് കോഴി ഫാമിലി.
കിട്ടിയായിരുന്നോ വാട്സപ്പ് നമ്പര്? പിന്നെ വാട്സപ്പ് കൊടുത്തു, ഫേസ്ബുക്ക് കൊടുത്തു, പിന്നെ വേറെ ആണ്ടൊരു ഇൻസ്റ്റാഗ്രാം അതും കൊടുത്തു. വേണ്ടേ ഇനി മേലാൽ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു പോരുത് കേട്ടല്ലോ. അളിയാ എന്തു നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഫ്രിഡ്ജ് പടി, വീട്ടിൽ പോവാം. വാ വന്നേ, വാ ഇങ്ങോട്ട് ഇറങ്ങി വാന്ന്. ഉരുളയ്ക്ക് പേര്